അഴീക്കോടിൻ്റെ ചരിത്രത്തിൽ 2011-2021 കാലയളവ് എന്ന് പറയുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു കാലയളവാണ്. 2011 മുന്നേ അഴീക്കോടിന് ഒരുപാട് ചരിത്രമുണ്ട്. ദേവൂട്ടി മുതൽ ഇ.പി. ജയരാജൻ, ടി.കെ. ബാലൻ, എം. പ്രകാശൻ മാസ്റ്റർ അടക്കമുള്ള CPM-ന്റെ അധികായകന്മാർ പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് അഴീക്കോട്. പക്ഷേ ആ അഴീക്കോടിന് വികസനം എന്താണ് എന്ന് മനസ്സിലായത് 2011 മുതൽ 2021 വരെയുള്ള KM ഷാജിയുടെ കാലമാണ്. അത് ജനങ്ങൾക്ക് ഒരു വലിയ വിശദീകരണം നൽകേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ അതവർ അനുഭവിച്ചറിഞ്ഞതാണ്. എന്നാൽ 2021 ശേഷം 2026 വരെയുള്ള ഈ 5 വർഷക്കാലം നമ്മുടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ഒരു ഭരണപക്ഷ MLA ആയിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ നിയോജക മണ്ഡലത്തിന് അർഹതപ്പെട്ട വികസനങ്ങളൊന്നും ലഭിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നിലവിലുള്ള ജനപ്രതിനിധി ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം 5946 കോടി രൂപയുടെ വികസനം കൊണ്ടുവന്നു എന്ന പൊള്ളയായ വാഗ്ദാനങ്ങളുമായി ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരുന്നത്. ആ 5946 കോടി രൂപ എന്നതിൽ നിന്നപ്പുറത്തേക്ക് ഒരു 50 കോടി രൂപയുടെയെങ്കിലും വികസനങ്ങൾ കാണിച്ചു തരാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഈ വികസനത്തെക്കുറിച്ച് വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2011 മുതൽ 2021 വരെയുള്ള വികസന കാലയളവിനെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഞങ്ങൾ ഈ മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രഗത്ഭനായ സാരഥിയാണ് അഡ്വക്കേറ്റ് കരീം ചേലേരി. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 കൊല്ലം കണ്ണൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച പ്രതിനിധിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. അദ്ദേഹത്തിൻ്റെ 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം 7.5 കൊല്ലവും മന്ത്രി കൂടിയാണ്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിനെ കഴിഞ്ഞ 5 കൊല്ലമായി പ്രതിനിധീകരിക്കുന്ന പ്രതിനിധി മന്ത്രിയാണ്, അതും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് റിയാസ്. ആ റിയാസ് പോലും കഴിഞ്ഞ 5 കൊല്ലം അദ്ദേഹം അവകാശപ്പെടുന്നത് ഞാൻ എൻ്റെ മണ്ഡലത്തിൽ 1600 കോടി രൂപയുടെ വികസനം കൊണ്ടുവന്നു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണൂർ മണ്ഡലത്തിലെ ജനപ്രതിനിധി കടന്നപ്പള്ളി അവകാശപ്പെടുന്നത് 1647 കോടി രൂപയുടെ വികസനങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഈ വികസനങ്ങൾ പോലും പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോഴാണ് അഴീക്കോട് മണ്ഡലത്തിന്റെ ജനപ്രതിനിധി വന്ന് പറയുന്നത് ഞാൻ 5946 കോടി രൂപയുടെ വികസനം കൊണ്ടുവന്നു എന്നുള്ളത്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അഴീക്കോട് മണ്ഡലത്തിൽ കുറച്ച് CPM-മാരുണ്ടെന്ന് കരുതി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ് ഇവിടുത്തെ വികസനം. അഴീക്കൽ പോർട്ട്, നമ്മുടെ PWD റോഡുകൾ, നമ്മുടെ ഇടവഴികൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ വികസനങ്ങൾ കാത്തിരുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളൊക്കെ കഴിഞ്ഞ 5 കൊല്ലം അനാഥമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് യാഥാർത്ഥ്യം. കാരണം എന്താണ്? അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ നിയമസഭ കൂടുമ്പോൾ മാത്രമേ ഞാൻ തിരുവനന്തപുരത്ത് പോവാറുള്ളൂ എന്നുള്ളതാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. കാരണം മലബാറിൻ്റെയും ഉത്തര മലബാറിൻ്റെയും വികസന സങ്കല്പങ്ങളൊക്കെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ ചുവപ്പ് നാടകളിലാണ്. അവിടെ ആ ജനപ്രതിനിധി അവിടെ പോയി അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ ഇടപെട്ട് അവനവന്റെ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരുന്ന വികസനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വികസനങ്ങൾ ശൂന്യമായിരുന്നു എന്നുള്ളതാണ്. അഴീക്കോട് വൻകുളത്ത് വയലിലെ CHC പൊളിച്ചു മാറ്റിയിട്ട് കൊല്ലം 4 കഴിഞ്ഞിട്ടും അവിടുത്തെ മണ്ണ് പരിശോധന പോലും പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. KM ഷാജി അദ്ദേഹത്തിന്റെ കാലയളവ് കഴിഞ്ഞു പോകാനാകുമ്പോൾ അദ്ദേഹം പാസാക്കി വെച്ച ഒരു പാലമുണ്ട് കല്ലൂരിയിൽ നിന്ന് നാറാത്തേക്ക്. 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു പാലം. ആ പാലത്തിന് ഷാജി പോയതിനു ശേഷം ഈ കഴിഞ്ഞ 5 കൊല്ലം അവിടെ ഒരു കല്ലിടാൻ പോലും, അതിൻ്റെ അലൈൻമെന്റ് പോലും ഒന്ന് മാറ്റി ക്ലിയർ ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വികസനമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം വരുമ്പോൾ ആ ഭരണത്തിന്റെ ഭാഗമാവുന്നതിന് വേണ്ടി അഴീക്കോട് മണ്ഡലവും തയ്യാറാവുകയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിന്റെ മായാത്ത അംഗീകാരം ഞങ്ങളുടെ പ്രിയങ്കരനായ സാരഥി അഡ്വക്കേറ്റ് കരീം ചേലേരിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഏണി അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക.